രാത്രി 11 മണി കഴിഞ്ഞു. ഒരു സന്ദേശം വനംവകുപ്പിന്റെ മലമ്പുഴ ഓഫീസിലെത്തി. ചെന്നൈ മെയിലിടിച്ച് കാട്ടാനയ്ക്ക് പരിക്ക്. വനംവകുപ്പ് വന്നപ്പോൾ കണ്ട കാഴ്ച ഇങ്ങനെ. ആനയുടെ നില അതീവ ഗുരുതരമാണ്. മരണത്തോട് മല്ലടിക്കുന്ന അവസ്ഥ. വെറ്റിനറി സർജനെ വിവരമറിയിച്ചു. പക്ഷേ പിടയുന്ന ആ പ്രാണൻ പതിയെ പതിയെ അനങ്ങാതായി. അതെ, അവൾ വിട പറഞ്ഞു. കഞ്ചിക്കോട് റെയിൽവേ ഗേറ്റിന് സമീപം രാത്രി 11-നും 12-നും ഇടയിലാണ് അപകടമുണ്ടായത്. ചെന്നൈ മെയിൽ കടന്നു പോകവേ പാളത്തിലൂടെ നടന്നു നീങ്ങുകയായിരുന്നു പിടിയാന. ട്രെയിനിടിച്ച് നെറ്റിയിലും തലയ്ക്കും പരിക്കേറ്റു. ഇവിടെ ഒരു അന്വേഷിച്ചതിലെ സ്റ്റാഫിന് അന്വേഷിച്ചതിൽ ഒരു സ്ഥിരമായിട്ട് ഒരു കൂട്ടമുണ്ട്. അപ്പോൾ അത് ഇങ്ങനെ സ്ഥിരമായിട്ട് ഇങ്ങനെ ക്രാസ് ചെയ്യുന്നുണ്ടാണ് മനസ്സിലാക്കിയത്. അപ്പോൾ നമ്മൾ ആ കൂട്ടത്തിൽ വന്നിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് വന്നിട്ട് ഒരു മാസീവ് ഓപ്പറേഷൻ അറേഞ്ച് ചെയ്തിട്ട് അതുകൊണ്ട് കാട്ടിനകത്ത് പുഷ് ചെയ്യാനായിട്ടുള്ള പരിപാടി തുടങ്ങുന്നുണ്ട്. അപകടത്തിന് ശേഷം ഏതാണ്ട് 500 മീറ്റർ നടന്ന് ആന സമീപത്തെ ചെളിക്കുഴിയിൽ നിലയുറപ്പിച്ചു. പിന്നീട് ക്ഷീണിതയായി വീണു. പുലർച്ചെ 2:15 ഔദ്യോഗികമായി അത് സ്ഥിരീകരിച്ചു. ആന മരിച്ചിരിക്കുന്നു. ഒരു മാസത്തിനിടെ വാളയാർ കഞ്ചിക്കോട് റൂട്ടിലെ രണ്ടാമത്തെ അപകടമാണിത്. ആ മേഖലയിൽ നിഷ്കർഷിച്ച വേഗതാ നിയന്ത്രണം പാലിച്ചിരുന്നില്ല എന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. ലോക്കോ പൈലറ്റിനെതിരെ വന്യജീവി കൊലപാതകവുമായി ബന്ധപ്പെട്ട വകുപ്പുകൾ ഉപയോഗിച്ച് കേസുകൾ ചുമത്തി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. വനമേഖലയിലൂടെ കടന്നു പോകുമ്പോൾ ട്രെയിനിന്റെ വേഗത 20-നും 25 കിലോമീറ്ററിനും ഇടയിലാകണമെന്നാണ് ചട്ടം. എന്നാൽ ഇത് പാലിക്കപ്പെടുന്നില്ലെന്നാണ് വനം വകുപ്പിന്റെ പരാതി. ട്രെയിനിന്റെ അമിത വേഗമാണ് അപകടത്തിന് കാരണമെന്നും വനം വകുപ്പ് പറയുന്നു.